ഈശോയുടെ പീഡാനുഭവ ക്ലോക്ക്. ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഇറ്റാലിയൻ മിസ്റ്റിക് തയ്യാറാക്കിയ ധ്യാന ചിന്തകളാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവ മണിക്കൂറുകൾ എന്ന ഗ്രന്ഥം. നോമ്പ് ദിനങ്ങളിൽ ഓരോരുത്തരും മുട്ടുകുത്തിയെന്ന് വായിച്ച് ധ്യാനിക്കേണ്ട പ്രാർത്ഥനാ പുസ്തകമാണിതെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഈശോയുടെ പീഡാനുഭവങ്ങളെ മറ്റെന്തിനേക്കാളും അധികമായി സ്നേഹിച്ച ഇറ്റാലിയൻ മിസ്റ്റിക്കായിരുന്നു ലൂയിസ പിക്കാറെറ്റെ. 1865 തുടങ്ങി 1947 വരെയാണ് അവളുടെ ജീവിതകാലം. ദൈവഹിതത്തിൻ്റെ അനന്ത രഹസ്യങ്ങളെക്കുറിച്ച് വെളിപാടുകൾ ലഭിച്ചിരുന്ന ലൂയിസ 1899 മുതൽ 1939 വരെ നീണ്ട 40 വർഷം തൻ്റെ കുമ്പസാരക്കാരൻ്റെ ആവശ്യപ്രകാരം അതെല്ലാം രേഖപ്പെടുത്താൻ തുടങ്ങി. 36 വാല്യങ്ങളിലുള്ള ഈ കുറിപ്പുകൾ സ്വർഗത്തിൻ്റെ പുസ്തകം ദ ബുക്ക് ഓഫ് ഹെവൻ എന്ന പേരിൽ പ്രസിദ്ധമാണ്. 60 വർഷം കിടപ്പ് രോഗിയായിരുന്ന ലൂയിസയ്ക്ക് ഈശോയുടെ പീഡാനുഭവ സഹനങ്ങളിലൂടെ യാത്ര ചെയ്യാൻ നിരവധി അവസരം കിട്ടി. ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള അവളുടെ ധ്യാന ചിന്തകളാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവ മണിക്കൂറുകൾ, ദ അവേഴ്സ് ഓഫ് ദ പാഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന ഗ്രന്ഥം. ഈശോ തന്നെ സംസാരിക്കുന്ന ഈ ഗ്രന്ഥം മുട്ടുകുത്തിയെന്ന് വായിക്കാനാണ് വിശുദ്ധ പിയൂസ് 10 മാർപ്പാപ്പ ആവശ്യപ്പെടുന്നത്. ഈശോയുടെ പീഡാനുഭവ സംഭവങ്ങളെ 24 മണിക്കൂറുകളുള്ള ഒരു ക്ലോക്കായി തിരിച്ചിരിക്കുന്ന ലൂയിസ ഓരോ മണിക്കൂറിലും എന്ത് സംഭവിച്ചെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈശോ തന്നെ ലൂയിസയെ പീഡാനുഭവ ക്ലോക്കിൻ്റെ ഫലപ്രാപ്തിയെപ്പറ്റി പഠിപ്പിക്കുന്നു. എൻ്റെ പുത്രി, ആരെൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ചിന്തിക്കുന്നുവോ അവരുടെ ഹൃദയത്തിൽ ഒരു ഉറവിടം രൂപീകരിക്കപ്പെടുന്നു. എത്ര കൂടുതൽ അയാൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുവോ അത്രമേൽ ഈ ഉറവിടം വളരുകയും അതിൽ നിന്ന് സമൃദ്ധമായ ജലം പുറപ്പെടുവിക്കുകയും ചെയ്യും. ഓരോ മണിക്കൂറിനും മുമ്പും ശേഷവും ചൊല്ലേണ്ട ഒരുക്ക പ്രാർത്ഥനയും കൃതജ്ഞതാ പ്രാർത്ഥനയും ആരംഭത്തിൽ ചേർത്തിട്ടുണ്ട്. ഈ ഓരോ മണിക്കൂറിലും സംഭവിച്ച കാര്യങ്ങൾ ഈശോയോട് സംസാരിക്കുന്ന രീതിയിൽ ഒരു നീണ്ട പ്രാർത്ഥന പോലെയാണ് വിവരിച്ചിരിക്കുന്നത്. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ മണിക്കൂർ ആചരിക്കാൻ 3 വഴികളാണുള്ളത്. ശ്രദ്ധാപൂർവ്വം ഈ ഗ്രന്ഥം വായിക്കുക, അതേക്കുറിച്ച് ധ്യാനിക്കുക, ധ്യാനത്തിൽ നിന്ന് ഈശോയുടെ ജീവിതം സ്വന്തമാക്കുക. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ 24 മണിക്കൂറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1-ാം മണിക്കൂർ വൈകിട്ട് 5 മുതൽ 6 വരെ ഈശോ തൻ്റെ ഏറ്റവും പരിശുദ്ധിയായ മാതാവിനോട് വിട ചോദിക്കുന്നതാണ് ഈ സന്ദർഭത്തിലുള്ളത്. 2-ാം മണിക്കൂർ വൈകിട്ട് 6 മുതൽ 7 വരെയാണ്. ഈശോ മറിയത്തിൻ്റെ അടുക്കൽ നിന്ന് സെനക്കളലിലേക്ക് പോകുന്നതാണ് ഇവിടെ. 3-ാം മണിക്കൂർ വൈകിട്ട് 7 മുതൽ 8 വരെയാണ്. അത് നിയമപരമായ അത്താഴത്തിൻ്റേതാണ്. 4-ാം മണിക്കൂർ 8 മുതൽ 9 വരെയാണ്. അത് ദിവ്യകാരുണ്യ അത്താഴമാണ്. ദിവ്യകാരുണ്യ അത്താഴത്തിൽ 2 കാര്യങ്ങൾ നടക്കുന്നു. 1, ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നു. 2, വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. 5-ാം മണിക്കൂർ 9 മണി തുടങ്ങി 10 മണി വരെയാണ്. ഗെത്സെമനി തോട്ടത്തിലെ വേദനയുടെ ആദ്യ മണിക്കൂറാണിത്. 6-ാം മണിക്കൂർ 10 തുടങ്ങി 11 വരെയാണ്. ഗെത്സെമനി തോട്ടത്തിലെ വേദനയുടെ 2-ാം മണിക്കൂറാണത്. 7-ാം മണിക്കൂർ രാത്രി 11 മുതൽ 12 വരെയാണ്. ഗെത്സെമനി തോട്ടത്തിലെ വേദനയുടെ 3-ാം മണിക്കൂറാണത്. 8-ാം മണിക്കൂർ അർദ്ധരാത്രി മുതൽ 1 മണി വരെ. ഇത് ഈശോയെ പടയാളികൾ പിടികൂടുന്ന സന്ദർഭമാണ്. 9-ാം മണിക്കൂറിൽ 1 തുടങ്ങി 2 വരെയാണ്. ഒരു വരമ്പിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട ഈശോ കെദ്രോൻ അരുവിയിലേക്ക് വീഴുന്നു. 10-ാം മണിക്കൂർ 2 മുതൽ 3 വരെയാണ്. ഈശോയെ അന്നാസിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്നു. 11-ാം മണിക്കൂർ 3 മുതൽ 4 വരെയാണ്. ഈശോ കയ്യാഫാസിൻ്റെ വീട്ടിൽ. 12-ാം മണിക്കൂർ 4 മുതൽ 5 വരെയാണ്. ഈശോ പടയാളികളുടെ നടുവിലാണ്. 13-ാം മണിക്കൂർ 5 മുതൽ 6 വരെയാണ്. ഈശോ കാരാഗ്രഹത്തിലാണ്. 14-ാം മണിക്കൂർ 6 മുതൽ 7 വരെയാണ്. ഈശോ വീണ്ടും കയ്യാഫാസിൻ്റെ മുമ്പിൽ വരുന്നു. അവൻ അവിടെ മരണശിക്ഷയ്ക്ക് അർഹനാണെന്ന് സ്ഥിരീകരിച്ച് പീലാത്തോസിൻ്റെ അടുത്തേക്ക് അയക്കുന്നു. 15-ാം മണിക്കൂർ 7 മുതൽ 8 വരെയാണ്. ഈശോ പീലാത്തോസിൻ്റെ മുമ്പിലെത്തുന്നു. പീലാത്തോസ് അവനെ ഹെറോദേസിൻ്റെ പക്കലേക്ക് അയക്കുന്നു. 16-ാം മണിക്കൂർ 8 മുതൽ 9 വരെയാണ്. ഈശോയെ പീലാത്തോസിൻ്റെ അടുക്കൽ തിരികെ കൊണ്ടുവരികയും ബറാബാസിൻ്റെ പിന്നിൽ നിർത്തുകയും ചെയ്യുന്നു. ഈശോയെ ചമ്മട്ടി കൊണ്ട് അടുപ്പിക്കുന്നു. 17-ാം മണിക്കൂർ 9 തുടങ്ങി 10 വരെയാണ്. ഈശോയെ മുൾക്കിരീടം അണിയിപ്പിക്കുന്നു. ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞ് പീലാത്തോസ് ഈശോയെ ജനക്കൂട്ടത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. പിന്നീട് ഈശോയെ മരണത്തിന് വിധിക്കുന്നു. 18-ാം മണിക്കൂർ 10 മുതൽ 11 വരെയാണ്. ഈശോ കുരിശുമെടുത്ത് കാൽവരിയിലേക്ക് നടക്കുന്നു. ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. 19-ാം മണിക്കൂർ 11 മുതൽ 12 വരെയാണ്. ഈശോയെ കുരിശിൽ തറയ്ക്കുന്നു. 20-ാം മണിക്കൂർ 12 മുതൽ 1 മണി വരെയാണ്. കുരിശിലെ വേദനയിലെ 1-ാം മണിക്കൂർ. കുരിശിൽ നിന്നുള്ള ഈശോയുടെ 1-ാം പ്രവചനം. 21-ാം മണിക്കൂർ 1 മുതൽ 2 വരെയാണ്. കുരിശിലെ വേദനയുടെ 2-ാം മണിക്കൂർ.
കുരിശിൽ നിന്നുള്ള ഈശോയുടെ 2, 3, 4 വചനങ്ങൾ. 22-ാം മണിക്കൂർ 2 മുതൽ 3 വരെയാണ്. കുരിശിലെ വേദനയിലെ 3-ാം മണിക്കൂർ. കുരിശിൽ നിന്നുള്ള ഈശോയുടെ 5, 6, 7 വചനങ്ങൾ ഈശോയുടെ മരണം. 23-ാം മണിക്കൂർ 3 മുതൽ 4 വരെയാണ്. ഈശോയുടെ വിലാപപ്പുറം കുന്തം കൊണ്ട് കുത്തി തുറക്കുന്നു. കുരിശിൽ നിന്ന് ശരീരം താഴെ ഇറക്കുന്നു. 24-ാം മണിക്കൂർ 4 മുതൽ 5 വരെയാണ്. ഈശോയെ സംസ്കരിക്കുന്നു. മറിയം ഏറ്റവും ഏകാഗിയായി നിൽക്കുന്നു. 24-ാം മണിക്കൂറിലെ ധ്യാനത്തിലെ അവസാന പ്രാർത്ഥന ഇപ്രകാരമാണ്: എൻ്റെ ഈശോയെ, എൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നു. നിൻ്റെ ഹൃദയം കൊണ്ട് എൻ്റെ ഹൃദയം മിടിപ്പിക്കാൻ അനുവദിച്ചെങ്കിൽ ഞാൻ തൃപ്തനല്ല. നിൻ്റെ ഹൃദയമിടിപ്പിനൊപ്പം നീ സ്നേഹിക്കുന്നത് പോലെ ഞാനും സ്നേഹിക്കും. എല്ലാ ജീവജാലങ്ങളെയും സ്നേഹം ഞാൻ നിനക്ക് തരും. എൻ്റെ ഒരു നിലവിളി ഇതായിരിക്കും: സ്നേഹമേ, സ്നേഹമേ, എൻ്റെ ഈശോയെ, ബഹുമാനം നിനക്ക് മാത്രം. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിൻ്റെ സ്വന്തം ശക്തിയുടെ മുദ്ര പതിപ്പിക്കുക. നിൻ്റെ സ്നേഹവും നിൻ്റെ മഹത്വവും.